പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ തമ്പുരാൻ, നമ്മളെ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ വഴി നടത്തുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചനം കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ നിരന്തരമായി കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പലതും വന്നു ചേരുന്നില്ല എങ്കിൽ നിരന്തരമായ ചില തർക്കങ്ങൾക്കകത്ത് നമ്മൾ ഏർപ്പെടും. അത് ദൈവത്തോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ല എങ്കിൽ നിരന്തരമായ തർക്കങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കും, തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് യൗസേപ്പ് പിതാവ് എന്ന് പറയുന്നയാൾ വ്യത്യസ്തനായി മാറുന്നത്. തൻ്റെ ജീവിതത്തിലേക്ക് താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടി വന്ന് കയറണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ്റെ മുൻപിലേക്കാണ് ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ദൈവം അവന് ജീവിത പങ്കാളിയായിട്ട് കൊടുക്കുന്നത്. ഏതൊരു ചെറുപ്പക്കാരൻ്റെ മനസ്സ് പോലെയും അയാളുടെ മനസ്സും ഒന്ന് പതറിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അയാള് ദൈവവുമായിട്ടൊരു തർക്കത്തിൽ ഏർപ്പെടാൻ തയ്യാറായില്ല. മനുഷ്യരോടിത് സംവദിച്ച് ഇതൊരു തർക്ക വിഷയമാക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചില്ല. മറിച്ച് എന്തു ചെയ്തു? ദൈവത്തിൻ്റെ അരികിലേക്ക് പോയി തൻ്റെ മനസ്സിൻ്റെ നീറുന്ന അനുഭവത്തെ ദൈവത്തിൻ്റെ കാൽപാദങ്ങളിലേക്ക് വെച്ചുകൊടുത്ത് ദൈവം എന്താണോ തൻ്റെ ജീവിതത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്നത് അത് നിറവേറട്ടെ എന്ന് മാത്രം അദ്ദേഹം പ്രാർത്ഥിച്ചു കാണും. അതുകൊണ്ടാണല്ലോ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റിയത്. പ്രിയപ്പെട്ടവരെ, ജീവിതം പ്രതികൂലമാണെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നിടത്ത് നിനക്ക് സ്വസ്ഥതയോടുകൂടെ കിടന്നുറങ്ങുവാനായിട്ട് പറ്റുന്നത് ദൈവം അഹിതമായിട്ട് നിന്റെ ജീവിതത്തിൽ ഒന്നും നൽകില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമാണ്. ഇതിന് പറയുന്ന പേരാണ് വിശ്വാസം. അല്ലാതെ നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, മെഴുകുതിരി കത്തിക്കും, എല്ലാം ചെയ്തിട്ടും നീ ആഗ്രഹിക്കാത്തൊരു പ്രതികൂലാവസ്ഥ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപ്പം നിനക്ക് സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങിയാൽ എവിടെ നിന്റെ വിശ്വാസം? ഇത്രയും കാലം നീ നടത്തിയ പ്രാർത്ഥനകളുടെ പരിശുദ്ധി എവിടെ പോയി നിൽക്കുന്നു? പ്രിയപ്പെട്ടവരെ, ജീവിതം തകർന്നു പോകുന്നുവെന്ന് കരുതുന്ന ഇടങ്ങളിലും ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ പറ്റുന്ന ഒരാൾ നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് വിശ്വാസം. പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ രൂപം വീടുകളിൽ എടുത്തു വെച്ചേക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഇത്രയും ശാന്തമായിട്ട് കിടന്ന് ജീവിതം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു വിശുദ്ധൻ നമ്മുടെ കൺമുമ്പിലുണ്ടെങ്കിൽ എത്രയോ തീവ്രമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. എത്രയോ തീവ്രമായ വിശ്വാസ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. അതുകൊണ്ട് നീ വിശ്വാസിയാണെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരാം, കണ്ണുനീരൊന്നൊന്നായി നിന്റെ ജീവിതത്തിലേക്ക് വരാം, തകർച്ചകൾ ഒന്നൊഴിയാതെ നിന്റെ ജീവിതത്തെ പ്രദക്ഷിണം വെച്ചേക്കാം. ഇവിടെയൊക്കെ ദൈവം എനിക്ക് അഹിതമായിട്ടുള്ളത് നൽകി, മനുഷ്യൻ എന്നെ നാശത്തിലേക്ക് നയിച്ചുവെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ദൈവം നിനക്ക് അഹിതമായിട്ടൊന്നും നൽകില്ല. കർത്താവിൻ്റെ കൃപ നിന്നെ ചേർത്ത് പിടിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആഗ്രഹിക്കുന്ന വിധത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മുൻപോട്ട് പോകണമെന്നില്ല. കർത്താവ് ചിലത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശാന്തതയോടുകൂടെ നിന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് പറ്റുന്നിടത്താണ് ഹൃദയവും വിശ്വാസവും ഒരുപോലെ ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ശാന്തനായി നിൽക്കുവാൻ കഴിയുന്നൊരു മനസ്സുണ്ടാകണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ നിന്റെ ജീവിതത്തിലെ യഥാർത്ഥമായ വിശ്വാസിയുണ്ട്. അല്ല എങ്കിൽ കാലം ഇതുവരെ നമ്മൾ നടത്തിയ പ്രാർത്ഥനകളൊക്കെ വെറും അധരസേവ മാത്രമായിരുന്നു. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു. അനുഗ്രഹിക്കാതെ പോകരുതേ. ആമേൻ.